Yes, hello, good morning. Good morning. Good morning, sir. കേൾക്കുന്നില്ലേ? Morning, sir. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ അത് പിൻ ചെയ്ത് വെക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ സ്ക്രീൻ പിൻ ചെയ്യണേ. കാണുന്നില്ലേ? പ്ലീസ് പ്ലീസ് റിപ്ലൈ, പ്ലീസ് റിപ്ലൈ. കാണുന്നുണ്ടോ? ബോർഡ് കാണുന്നുണ്ടോ? Yes, yes. ഓക്കെ, എല്ലാവരും അസൈൻമെന്റ് വെച്ചാ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നു? എല്ലാവരും ഒറ്റക്കനം ചെയ്തിട്ടുണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നു. ഞാൻ നോക്കും, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് എടുത്ത് നോക്കും. ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ, റൈറ്റ്. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മളെ ടോപ്പിക്കിലേക്ക് വരാം. സോ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങളുടെ സിലബസും സിവിലുകാർക്ക് ഇതേപോലെ ഒരു മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഉണ്ട്. പക്ഷെ അതും നിങ്ങളുടെ സിലബസ് ഒന്നല്ല. പണ്ടൊക്കെ അത് ഏതാണ്ട് സെയിം ആയിരുന്നു, ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഓക്കെ, റൈറ്റ്. നൗ സോ ലെറ്റ് us start our topic, right? So we were with the stress at a point, അല്ലേ? Concept of stress at a point. കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ കാണാത്ത പ്രശ്നമില്ലല്ലോ എഴുതുന്നത്? ഓക്കെ, ഫൈൻ, റൈറ്റ്. ഓക്കെ, സോ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഒരു സിമ്പിൾ ആർബിട്രറി കേസ് എടുത്തു. സ്ട്രെസ് അറ്റ് എ പോയിന്റ് എങ്ങനെ വരുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലെ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ലോഡ് വരുന്ന സമയത്ത് നമുക്കത് അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു പോയിന്റിലെ സ്ട്രെസ് എടുക്കും അല്ലെ. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രം അവിടെ ആക്ട് ചെയ്യുന്ന ലോഡിങ് കണ്ടീഷൻസ് നോക്കിയിട്ട് അവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് നമ്മൾ കണ്ടെത്താൻ നോക്കും, റൈറ്റ്? അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ അഡ്വാൻസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കി സ്ട്രെസ് അറ്റ് എ പോയിന്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കി. ഇനെ Cartesian coordinate system, അല്ലെ? How do you represent stress in a Cartesian coordinate system? അത് നോക്കി അല്ലെ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്തു. XYZ കോർഡിനേറ്റിൽ ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവും. XY ആൻഡ് Z കോർഡിനേറ്റ് സിസ്റ്റം. ഇതാണ് നമ്മളെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് യു ക്യാൻ റെപ്രസെന്റ് നമ്മളൊരു ക്യൂബ് ആയിട്ടാണ് അതിനെ ഒരു സ്ട്രെസ് അറ്റ് എ പോയിന്റ് നമ്മളൊരു ക്യൂബ് ആയിട്ടാണ് അസ്യൂം ചെയ്തത്, റൈറ്റ്? ഒരു ക്യൂബ് ആയിട്ട് എടുത്തു. Now this length is nothing but dx and this length is dz and this length is dy. ഓക്കെ, ഇങ്ങനെ എടുത്തു. അത് ബേസ് ചെയ്തിട്ട് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഓരോ പോയിന്റിൽ ആക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഓരോ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനും കൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ നൊട്ടേഷൻ ആയിരുന്നു അല്ലെ. സോ നോർമൽ സ്ട്രെസ് ഈസ് റെപ്രസെന്റഡ് ആസ് ബൈ ദ നൊട്ടേഷൻ യൂസിങ് സിഗ്മ. കൂടാതെ എന്തൊക്കെ ഉണ്ടായിരുന്നു? അതിൽ രണ്ട് സബ്സ്ക്രിപ്റ്റ് വരുമായിരുന്നു, ഫസ്റ്റ് വൺ ആൻഡ് സെക്കൻഡ് വൺ. ഓക്കെ, ദ ഫസ്റ്റ് വൺ represents the plane in which it is acting, plane in which it is acting, and the second one represents the direction. Okay, represents the direction. For example, sigma xx ആണെങ്കിൽ x plane x direction ആയിരുന്നു അല്ലെ. സിമിലർലി രണ്ടാമത്തെ ഒരു സാധനം ഇതിലെ ഷിയർ സ്ട്രെസ് ആയിരുന്നു അല്ലെ. ഷിയർ സ്ട്രെസ് is represented by the term tau അല്ലെ. It is represented using the term tau and രണ്ട് സബ്സ്ക്രിപ്റ്റ് ആണ് വരുന്നത്. The first one, for example, tau xy എന്ന് എടുക്കാം. Here the x represents the plane in which it is acting and y represents the direction, right? അപ്പൊ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ആംഗിളിലേതും ഓരോ പോർഷനിലെയും അതിന്റെ റെപ്രസെന്റേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ക്വിക്ക് ആയിട്ട് പറയാം. നമ്മൾ അതിന് എടുത്ത ഒരു അസംപ്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് പ്ലെയിൻസ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ഇൻവേർഡ് പ്ലെയിൻസ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. അൾട്ടിമേറ്റ്ലി സം ടോട്ടൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ പോസിറ്റീവ് ആയിരിക്കണം, റൈറ്റ്? സോ പോസിറ്റീവ് പ്ലെയിനിൽ
പോസിറ്റീവ് ഡയറക്ഷൻ ആയിരിക്കും. സിഗ്മ എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എക്സ് ഇസ് ദ പോസിറ്റീവ് പ്ലെയിൻ, പോസിറ്റീവ് ഇസ് ദ ഡയറക്ഷൻ. പോസിറ്റീവ് ആണ് ഡയറക്ഷൻ, എക്സിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ആണ് പ്ലെയിൻ, സിഗ്മ എക്സ് എക്സ് ആണ്. ഇനി ഷിയർ സ്ട്രെസ് വന്നു, ടോ ആണ് ഷിയർ സ്ട്രെസിന്റെ റെപ്രസെന്റേഷൻ, ടോ. എക്സ് ഈസ് ദ പ്ലെയിൻ ആൻഡ് വൈ ഈസ് ദ ഡയറക്ഷൻ. പോസിറ്റീവ് പ്ലെയിൻ ആണ്, പോസിറ്റീവ് വൈ ഡയറക്ഷൻ ആണ്. അഗൈൻ ടോ എക്സ് സെഡ്. അങ്ങനെ നമുക്ക് എല്ലാം സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ആകെ നമുക്ക് ഓർമ്മ ഉണ്ടാവേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏതാണ് പ്ലെയിൻ നോക്കുക, ഡയറക്ഷൻ പോസിറ്റീവ് ആണോ നോക്കുക. അപ്പൊ സം ടോട്ടൽ മസ്റ്റ് ബി പോസിറ്റീവ്. അതാണ് നമ്മുടെ ഇതിന്റെ ബേസിക് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. റൈറ്റ്, ഓക്കെ ഫൈൻ. അപ്പോൾ ഇത് ബേസ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് പ്ലെയിനിലും എല്ലാ പ്ലെയിനും ഇതേപോലെ നമുക്ക് നൊട്ടേറ്റ് ചെയ്ത് റെപ്രസെന്റ് ചെയ്ത് വെക്കാം. ഓക്കെ, നൗ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നമുക്കിപ്പോ ഒരു ഫുൾ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ് പ്ലെയിനിലുള്ള സ്ട്രെസ്സസ് കാണാം, വൈ പ്ലെയിനിലുള്ള ഇപ്പം എക്സ് പ്ലെയിനിലുള്ള ഈ ഒരു ഫേസിലുള്ള കംപ്ലീറ്റ് സ്ട്രെസ് കാണാം. സിമിലർലി എക്സ് പ്ലെയിനിലെ നെഗറ്റീവ് എക്സ് പ്ലെയിനിലുള്ള സ്ട്രെസ്സസ് കാണാം, വൈ പ്ലെയിൻ കാണാം, സെഡ് പ്ലെയിൻ കാണാം. റൈറ്റ്, നൗ what if you are asked to find the stresses acting on some arbitrary plane, okay, on some arbitrary plane which is inclined at some angle theta. Okay, അപ്പൊ നിങ്ങളോട് പറയാണ് ഏതെങ്കിലും ഒരു പ്ലെയിനിൽ, ഇതിലിപ്പോ നമുക്ക് കറക്റ്റ് വെർട്ടിക്കൽ പ്ലെയിൻസിലുള്ള സ്ട്രെസ്സസ് മാത്രം, അത് സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ്. സിഗ്മ എക്സ്, സിഗ്മ വൈ, ടോ എക്സ് വൈ എന്നൊക്കെ ഉള്ളത് അവിടുത്തെ സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ്. നൗ നമ്മളോട് പറയാണ് ഫൈൻഡ് ദ സ്ട്രെസ് ഇൻ എ പ്ലെയിൻ which is inclined at theta. എന്ന് വെച്ചാൽ ഏതോ ഒരു ഇൻക്ലിനേഷനുള്ള പ്ലെയിനിലുള്ള ആ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സസിനാണ് നമ്മളോട് കാണാൻ പറയുന്നതെങ്കിൽ അതെങ്ങനെ കാണും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ടുഡേസ് ടോപ്പിക് ഈസ് സ്ട്രെസ് ആക്ടിങ് ഇൻ എൻ ആർബിട്രറി പ്ലെയിൻ. അതിന് മുമ്പ് നിങ്ങൾ ഇന്നലെ പറഞ്ഞതിൽ കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി വന്നോ നോക്കാണ്ട് നമുക്ക് അതും കൂടെ നോക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇത് ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞു നമുക്ക് സ്ട്രെസ്സിനെ ഒരു മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് ലൈക്ക് ദിസ് അല്ലെ, സിഗ്മ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ റെപ്രസെന്റ് ഇറ്റ് ആസ് ടി. ഓക്കെ, സ്ട്രെസ് എന്ന് പറയാം. അതുപോലെ തന്നെ സ്ട്രെസ്സിന്റെ വേറൊരു പേരും കൂടെ ഉണ്ട്. സ്ട്രെസ് ചില ടെക്സ്റ്റ് ബുക്സിൽ നമുക്ക് കാണാം ട്രാക്ഷൻ എന്ന് കാണാം, ട്രാക്ഷൻ. ഓക്കെ, സ്ട്രെസ് എന്നും പറയാം, ട്രാക്ഷൻ എന്നും പറയാം. ഓക്കെ, so T is represented as something like this. എങ്ങനെ represent ചെയ്യാം? Sigma xx, tau xy, tau xz. Okay, now the second one, tau yx, sigma yy, tau yz, and tau zx, tau zy, sigma zz. Okay, ഇങ്ങനെ സ്ട്രെസ് അറ്റ് എ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാം. റൈറ്റ്, ഇപ്പൊ ഇവിടെ നമുക്ക് ഇത് കംപ്ലീറ്റ് ഈ വെർട്ടിക്കൽ വരുന്നത് കംപ്ലീറ്റ് നോർമൽ സ്ട്രെസ്സസ് ആണ്, ബാക്കിയെല്ലാം ഷിയർ സ്ട്രെസ്സസ് ആണ്. ഓക്കെ, സോ സ്ട്രെസ് അറ്റ് എ പോയിന്റ്, ടു ഡിറ്റർമിൻ ദ സ്ട്രെസ് അറ്റ് എ പോയിന്റ് നമുക്ക് ഇങ്ങനെ പറയാം, ടു ഡിറ്റർമിൻ സ്ട്രെസ് അറ്റ് എ പോയിന്റ്, it is required to find 9 components അല്ലെ. ഇതൊരു 3x3 മെട്രിക്സ് ആണ്. നമുക്ക് ഈ 9 കോമ്പണൻസ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ സ്ട്രെസ് അറ്റ് എ പോയിന്റ് കംപ്ലീറ്റ് ആവുള്ളൂ. റൈറ്റ്, ഓക്കെ, അപ്പൊ ഇതാണ് സ്ട്രെസ് അറ്റ് എ പോയിന്റിന്റെ കൺസെപ്റ്റ് വരുന്നത്. റൈറ്റ്, നൗ ഇതില് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട്. ഹിയർ യുവർ ടോ എക്സ് വൈ, സി ഇവിടുത്തെ റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ്. X plane X direction, X plane Y direction, X plane Z direction. Again Y plane X direction, Y plane Y direction, Y plane Z direction. Z plane X direction, Z plane Y direction, Z plane Z direction. Okay, അപ്പോൾ representation നമുക്ക് direct ആയിട്ട് represent ചെയ്യാം. Right, now here there is one more property, that is your tau xy is equal to tau yx, and tau കാണുന്നുണ്ടോ? ഞാൻ എഴുതുന്നുണ്ടോ? എന്തായാലും ഇങ്ങോട്ടേക്ക് മാറ്റാം. ഓക്കെ, സോ ഇതിലൊരു പ്രോപ്പർട്ടി പറയുന്നത് ടോ എക്സ് വൈ ഇസ് ഈക്വൽ ടു ടോ വൈ എക്സ്, ടോ സെഡ് എക്സ് ഇസ് ഈക്വൽ ടു ടോ സെഡ് വൈ, ആൻഡ് ടോ വൈ സെഡ് ഇസ് ഈക്വൽ ടു ടോ സെഡ് വൈ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ദിസ് ഈസ് എ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിനാണ്, ഈ ഒരു പ്രോപ്പർട്ടിനാണ് നമ്മൾ ഇക്വാലിറ്റി ഓഫ് ഷിയർ എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഇസ് കോൾഡ് ഇക്വാലിറ്റി ഓഫ് ഷിയർ. Equality of shear.
ഓക്കെ, യുവർ ടോ എക്സ് വൈ ഈ ഒരു മെട്രിക്സിൽ ഈ വെർട്ടിക്കൽ കോമ്പണൻസ് ഈ പിന്നെ ഡയഗണൽ കോമ്പണൻസ് കംപ്ലീറ്റ് യുവർ നോർമൽ സ്ട്രെസ്സസ് ആണ്, ബാക്കിയെല്ലാം ഷിയർ സ്ട്രെസ്സസ് ആണ്. ഈ ഷിയർ സ്ട്രെസ് തന്നെ യുവർ ടോ എക്സ് വൈ ഇസ് ഈക്വൽ ടു ടോ വൈ എക്സ്, ടോ വൈ സെഡ് ഇസ് ഈക്വൽ ടു ടോ സെഡ് വൈ ആൻഡ് ടോ എക്സ് സെഡ് ഇസ് ഈക്വൽ ടു ടോ സെഡ് എക്സ്. ഓക്കെ, എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു ഒരു സ്ട്രെസ്സിന്റെ പോയിന്റ് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ യു റിക്വയർ 9 കോമ്പണൻസ് അല്ലെ, 9 കോമ്പണൻസ് വേണം. പക്ഷേ ഇത് രണ്ടും ഈക്വൽ ആണ്, അതുപോലെ ഇത് രണ്ടും ഈക്വൽ ആണ്, ഇത് രണ്ടും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഇൻ സം ടോട്ടൽ യു റിക്വയർ 6 ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, 6 ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ് ടു ഡിറ്റർമിൻ സ്ട്രെസ് അറ്റ് എ പോയിന്റ്. മൊത്തം 9 കോമ്പണൻസ് കണ്ടുപിടിക്കണം, പക്ഷെ അതിൽ ഇത്രയെണ്ണം ഡിപ്പെൻഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആസ് എ സം ടോട്ടൽ നമുക്ക് എന്ത് വേണം, മൊത്തം 6 കോമ്പണൻസിനെ ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സ്ട്രെസ് അറ്റ് എ പോയിന്റ് കംപ്ലീറ്റ് ആവുള്ളൂ. ഫൈൻ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇവിടെ ഉണ്ടോ? ഉണ്ടോ? പോയോ എന്താ അവസ്ഥ? ശരിക്കും ക്ലിയർ ആണോ? ബാക്കി എല്ലാവരും ഉണ്ടാ? ഇതിപ്പോ കുറെ പേര് വരുന്നു പോകുന്നു അങ്ങനെയാണല്ലോ. ഓക്കെ, നോക്കാം. ഓക്കെ, സോ ഇതൊക്കെ നോട്ട് ചെയ്യണേ. സോ യു റിക്വയർ 6 ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ്. മൊത്തം 9 ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതിൽ യു റിക്വയർ 6 ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, നമുക്ക് ആർബിട്രറി പ്ലെയിനിൽ പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഇതൊന്ന് ക്ലിയർ ആക്കാം, എന്നിട്ട് പോവാം. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്തോ, ചെറിയൊരു പ്രോബ്ലം എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. Write down the components of stress. Write down the components of stress. Write down the components of stress acting. Components of stress at a point, given the values of which is given in the matrix. The values of which is given in the matrix. That question, sigma is equal to T is equal to 231.568.123 into 10 to the power 6 megapascal. 10 to the power 6 into 10 to the power 6 pascal. Okay, ഇവിടെ നിങ്ങളോട് കാണാൻ പറഞ്ഞത് വലിയ കാൽക്കുലേഷൻ ഒന്നല്ല, ഞങ്ങളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം റൈറ്റ് ഡൗൺ ദ സ്ട്രെസ്സസ് എന്നാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിലിപ്പോ ഞാനിവിടെ തന്ന വാല്യൂസ് ആണ്. ഇത് വെച്ചാൽ എത്ര 2 into 10 to the power 6 പാസ്കൽ ആണ് ഈ ഫസ്റ്റ് വാല്യൂ. സെക്കൻഡ് വൺ 3 into 10 to the power 6 പാസ്കൽ ആണ്. തേർഡ് വൺ 1 into 10 to the power 6 പാസ്കൽ ആണ്. റൈറ്റ്, നോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കറസ്പോണ്ടിങ് ഈ 2 എന്താണ്, 3 എന്താണ്, 1 എന്താണ്, 5 എന്താണ്, 6 എന്താണ്, 8 എന്താണ്. സോറി ഇത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സോറി 3 1 8. ഓക്കെ, റൈറ്റ്. ഓക്കെ, അതിൽ 2 എന്താണ്, 3 എന്താണ്, 1 എന്താണ്, അതുപോലെ പിന്നെ ഇതിൽ ഓരോ വാല്യൂസും എന്തിനാണ് കറസ്പോണ്ട് ചെയ്യുന്നതെന്ന് എഴുതി വെക്കുക. ഒരു മിനിറ്റ് എടുത്തോ. റൈറ്റ് ഡൗൺ ദ കോമ്പണൻസ്. ഓക്കെ, അപ്പൊ പറഞ്ഞോ 2 എന്താണ്, 2 into 10 to the power 6 represents what? എന്താണ് 2 into 10 to the power 6? പറഞ്ഞോ. 2 into 10 to the power 6 എന്താണ്? ബാക്കിയുള്ളവരൊന്നും ഇവിടെ ഇല്ലേ?
സിഗ്മ എക്സ് എക്സ് ആ സിഗ്മ എക്സ് എക്സ് അല്ലെ FXX. അല്ലെ സിഗ്മ എക്സ് എക്സ് 2 അല്ലെ. Now the second one now this one 6 into 10 to the power 6 എന്താ അത് 6 into 10 to the power 6 that represents സിഗ്മ വൈ വൈ sigma Sigma y, yy. that represents sigma yy. Now again the last one 3 into 10 to the power 6 megapascal എന്താണ് that represents sigma z z Sigma z z. sigma z z right. Now similarly E3 3 into 10 to the power 6 pascal ഇതെന്താ represent ചെയ്തത് സൈഡിലുള്ള 3 that represents പറഞ്ഞോ ടോ വൈ എക്സ് ടോ വൈ എക്സ് അല്ലെങ്കിൽ ടോ എക്സ് വൈ രണ്ടും സെയിം ആണ് അതെ ടോ എക്സ് വൈ is same as ടോ വൈ എക്സ്. Now the next one 1 Dou ZX. 1 into 10 to the power 6 പാസ്കൽ എന്ന് പറഞ്ഞാൽ ടോ സെഡ് എക്സ് ആണ് അല്ലെങ്കിൽ ടോ എക്സ് സെഡ് ആണ് അല്ലെ. Now the final one 8 into 10 to the power 6 പാസ്കൽ എന്നുള്ളത് represents ടോ ടോ വൈ ZY. സോ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. നമുക്ക് ന്യൂമറിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത് ഇതെല്ലാം സ്ട്രെസ് വാല്യൂസ് ആണ്. ഓക്കെ, ഒരു മാട്രിക്സിലെ ഇതുപോലെ റെപ്രസെന്റേഷൻ സ്ട്രെസ് ടെൻസർ സിഗ്മ ഇസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഓൾ ദോസ് ആർ വാല്യൂസ്. ഓക്കെ, ആൻഡ് ദാറ്റ് കറസ്പോണ്ട്സ് ടു കറസ്പോണ്ടിങ് സ്ട്രെസ് വാല്യൂസ് എന്ന് വെച്ചാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രെസ് മെട്രിക്സ് വരുന്നത്. സിഗ്മ എക്സ് എക്സ് ടോ എക്സ് വൈ ടോ എക്സ് സെഡ് ടോ വൈ എക്സ് സിഗ്മ വൈ വൈ ടോ വൈ സെഡ് ടോ സെഡ് എക്സ് ടോ സെഡ് വൈ സിഗ്മ സെഡ് സെഡ്. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. എന്താണ് ഡയഗണൽ ആയിട്ടാണ് പ്രിൻസിപ്പൽ അല്ല നോർമൽ സ്ട്രെസ് വരിക. സിഗ്മ എക്സ് എക്സ് സിഗ്മ വൈ വൈ ടോ സെഡ് സെഡ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിയാലും മതി. ഇത് എക്സ് പ്ലെയിൻ വൈ പ്ലെയിൻ സെഡ് പ്ലെയിൻ ആണ് അല്ലെ. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് സിഗ്മ എക്സ് എക്സ് സിഗ്മ വൈ വൈ സിഗ്മ സെഡ് സെഡ് റൈറ്റ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വരും? ഇത് എക്സ് എക്സ് വൈ വൈ ആണ് ടോ വൈ എക്സ് അല്ലെങ്കിൽ ടോ എക്സ് വൈ. ഓക്കെ, ഇതിൽ പറയുമ്പോൾ ശ്രദ്ധിക്കണ എക്സ്പ്ലെയിൻ വൈ ഡയറക്ഷൻ ആണ്, ഇത് എക്സ്പ്ലെയിൻ സെഡ് ഡയറക്ഷൻ ആണ് റൈറ്റ്. നോ ബാക്കി കാര്യങ്ങൾ ബാക്കി ഇത് കംപ്ലീറ്റ് ഷിയർ സ്ട്രെസ് കോമ്പണൻസ് ആണ്. ഇവിടെ ഞാൻ ആദ്യം എഴുതിയപ്പോൾ വന്ന മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ഈ രണ്ട് വാല്യൂസും സെയിം ആയിരിക്കും അല്ലെ. ആസ് പെർ ഈക്വാലിറ്റി ഓഫ് ഷിയർ നമുക്കറിയാം ടോ എക്സ് വൈ ഇസ് ഈക്വൽ ടു ടോ വൈ എക്സ്, ടോ സെഡ് എക്സ് ഇസ് ഈക്വൽ ടു ടോ എക്സ് സെഡ്, ടോ വൈ സെഡ് ഇസ് ഈക്വൽ ടു ടോ സെഡ് വൈ. ഓക്കെ, അപ്പൊ രണ്ട് വാല്യൂസും സെയിം ആയിരിക്കും റൈറ്റ്. ഇതുപോലെയാണ് ഒരു സ്ട്രെസ് മെട്രിക്സ് ഉണ്ടാവുക റൈറ്റ്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു your stress is a tensor quantity, right? Now in general നമുക്ക് വെക്ടേഴ്സ് സ്കെയിലേഴ്സിനെല്ലാം in general tensors എന്ന് പറയാൻ പറ്റും. ഓക്കെ, in general can be called as tensors. ഓക്കെ, അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ റാങ്ക് ഇതിനെ ഡിഫറെന്റ് ആയിട്ട് തിരിച്ചിട്ടുള്ളത്. ഓക്കെ, the first one is called zero rank tensor. സീറോ റാങ്ക് ടെൻസർ. സീറോ റാങ്ക് ടെൻസറിനാണ് നമ്മൾ സ്കെയിലാർ എന്ന് പറയാം. ഓക്കെ, ഇത് നോട്ട് ചെയ്യണേ. ഇത് AMSലെ നിങ്ങളെ സീനിയേഴ്സിനൊക്കെ ഉള്ള ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് വൺ is zero rank tensor. Zero rank tensor is also known as a scalar quantity. Okay, as an example എന്തൊക്കെയാണ് എക്സാമ്പിൾ? സ്കെയിലാർ ക്വാണ്ടിറ്റി എക്സാമ്പിൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കെയിലർ ആണെങ്കിൽ ഇറ്റ് റിക്വയർസ് മാഗ്നിറ്റ്യൂഡ് ഓൺലി. ഓക്കെ, അതിനെ സ്പെസിഫൈ ചെയ്യാൻ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. എന്തൊക്കെയാണ് അങ്ങനത്തെ ക്വാണ്ടിറ്റീസ്? പറഞ്ഞോ, ഒരു എക്സാമ്പിൾ പറഞ്ഞേ. സ്പീഡ്, യെസ്, ഇറ്റ് ഈസ് എ സ്കെയിലർ. ഓക്കെ, സ്പീഡ്. നെക്സ്റ്റ് വൺ അളവ് മാത്രം കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയാണ് സ്കെയിലർ. വെയിറ്റ് ആണോ? അല്ല, മാസ് ആണ്. അതെ, മാസ് ആണ്, ബട്ട് നോട്ട് വെയിറ്റ്. പിന്നെയോ ഈവൻ ഡെൻസിറ്റി അല്ലെ, ആ വാല്യൂ മതി. ടെമ്പറേച്ചർ എന്ത് മതി? വാല്യൂ മതി. നമ്മൾ ഇത്ര ഡിഗ്രി സെൽഷ്യസ് എന്നേ പറയുള്ളൂ അല്ലെ. നമ്മളെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇത്ര ഡിഗ്രി സെൽഷ്യസ് റൈറ്റ്. അപ്പോൾ ഇതിനൊക്കെ സ്പെസിഫൈ ചെയ്യാൻ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. ഓക്കെ, സോ ഓൾ ദോസ് കേസസ് കംസ് അണ്ടർ സ്കെയിലർ.
Now the second type of tensor is first rank tensor അല്ലെങ്കിൽ first rank tensor. First rank tensor, or it is also called a vector. First rank tensor is also called a vector. Okay, vector case you need magnitude and direction, right? For example, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഇന്നലെ ആരോ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ചവിട്ടി കൊട്ടുന്ന കേസിൽ അല്ലെ. അപ്പൊ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ കാണുമല്ലോ അല്ലെ. ഓക്കെ, ഈ ഒരു ഡസ്റ്റർ എന്റെ കയ്യിലുണ്ട്. ഈ ഡസ്റ്ററിനെ ഞാൻ ഇങ്ങനെയാണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ ഡസ്റ്റർ ഇതുപോലെ മൂവ് ചെയ്യും അല്ലെ. നേരെ മറിച്ച് ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങനെയാണെങ്കിൽ ഡസ്റ്റർ വേറെ ഡയറക്ഷനാണ് മൂവ് ചെയ്യുക. ഇങ്ങനെയാണ് ഞാൻ ഫോഴ്സ് കൊടുക്കുന്നത്, ഡസ്റ്റർ മൂവ് ചെയ്യുന്നത് വേറൊരു ഡയറക്ഷനിലേക്കായിരിക്കും, റൈറ്റ്? അപ്പോ ഡിപ്പെൻഡിങ് അപ്പോൺ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ എന്താണ് കൊടുക്കുന്ന ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും, ഇതിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കും, റൈറ്റ്? So that means direction of application is very, very, very important in this condition. So you need to consider the direction of application as well. അല്ലെ? അപ്പൊ അതാണ് ഇതുപോലത്തെ കേസിൽ മാഗ്നിറ്റ്യൂഡ് വേണം. എത്രയാണ് ഫോഴ്സ്, ഞാൻ എത്ര ഫോഴ്സ് കൊടുക്കുന്നു എന്നുള്ള മാഗ്നിറ്റ്യൂഡ് ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത് ആ ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാമ്പിൾ, ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്, ഫോഴ്സ് തന്നെയാണ്, അല്ലെ? പിന്നെ നമുക്കറിയാം വെലോസിറ്റി ഈസ് എ ഗുഡ് എക്സാമ്പിൾ, അല്ലെ? വെയിറ്റും ഫോഴ്സ് ഒക്കെ ഒന്നാണ്, അതുകൊണ്ടാണ് വെയിറ്റ് മറ്റേ വരില്ല എന്ന് ഞാൻ പറഞ്ഞത്, റൈറ്റ്? വേറെ എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ? ഉണ്ടോ? മൊമെന്റ് കേട്ടിട്ടുണ്ടോ? മൊമെന്റ് നിങ്ങൾ മെക്കാനിക്സിൽ ചെയ്തിട്ടുണ്ടോ? മൊമെന്റ് ഇല്ല, ഇല്ല. ഇവിടെ ഉണ്ടോ? നിങ്ങളെല്ലാം കിളി പോയി എല്ലാം അവസാനിച്ച അവസ്ഥയിലുള്ള ആ എല്ലാരും ഇല്ലേ? സൗരാഗ മോനെ ഇവിടെ ഉണ്ടോ? ഇവനെപ്പ ഇത് ഓണാക്കിട്ട് പോലെ തോന്നല്ലോ. ഇല്ല അല്ലേ? ഓക്കെ, പോട്ടെ. ഓക്കെ, ഫോഴ്സ്, വെലോസിറ്റി, മൊമെന്റ്. ഓക്കെ, ഇതിലൊക്കെ നമുക്ക് മാഗ്നിറ്റ്യൂഡും വേണം, ഒരു ഡയറക്ഷനും വേണം, റൈറ്റ്? നൗ ദ തേർഡ് ടൈപ്പ് ഇസ് ദ ടെൻസർ. നമ്മൾ ഇപ്പൊ തന്നെ നോക്കിയ ടെൻസർ അല്ലെ, ടെൻസർ, സോറി, ദ സെക്കൻഡ് റാങ്ക് ടെൻസർ അല്ലെ, സെക്കൻഡ് റാങ്ക് ടെൻസർ. ഇറ്റ് ഇസ് ഇൻ ജനറൽ കോൾഡ് ടെൻസർ. ഓക്കെ, സോ ഇതിന്റെ കേസിൽ ഞാൻ പറഞ്ഞു, ഇത് റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷൻ വേണം, പ്ലസ് ദ പ്ലെയിൻ ഇൻ വിച്ച് ഇറ്റ് ഈസ് ആക്ടിങ്, പ്ലെയിൻ ഇൻ വിച്ച് ഇറ്റ് ഈസ് ആക്ടിങ്. അപ്പൊ ഈ മൂന്ന് കണ്ടീഷൻസും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതൊരു ടെൻസർ ആവുള്ളൂ, അല്ലെ? ആൻഡ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് സ്ട്രെസ്. Another example is strain. Stress and strain are tensors. Okay, മറക്കരുത്, ഇത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം. കാരണം അടുത്ത തവണത്തെ നിങ്ങൾ വൈവക്ക്, ഞാൻ വൈവ ബോർഡിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇത് ചോദ്യം എന്തായാലും ചോദിക്കും. ഓക്കെ, എന്താണ് ഒരു ടെൻസർ എന്നും അതിന്റെ രണ്ട് എക്സാമ്പിൾ പറയാനും നിർബന്ധമായിട്ടും ചോദിക്കും. എല്ലാ ക്ലാസ്സിലും ഞാൻ ഇത് പറയുന്നതാണ്, പക്ഷെ പലപ്പോഴും അതിന്റെ മുന്നിലെത്തുമ്പോൾ പലരും ഇത് മറക്കുന്നതുമാണ്. Okay, so stress is a tensor, fine, and strain is also a tensor. Now the fourth one is third rank tensor. Third rank tensor, that is in general material property tensors ആണ്. Okay, material property tensors ആണ്. അത് നമുക്ക് തൽക്കാലം നമുക്ക് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് അവർ സിലബസ് ആണ്, അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കണ്ട. നമുക്ക് അപ് ടു നമ്മളിവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് തേർഡ് കാറ്റഗറി ആണ്, അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് ടെൻസേഴ്സ് ഇൻ ജനറൽ ടെൻസേഴ്സിന്റെ കേസാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. അപ്പോൾ ഒരു സ്ട്രെസ്, ഒരു ടെൻസർ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നൊക്കെ നമ്മൾ നോക്കി. ഇനി നമുക്ക് സ്ട്രെസ് ആക്ടിങ് ഓൺ ആൻ ആർബിട്രറി പ്ലെയിനിലേക്ക് പോവാം. ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് സ്ട്രെസ് ആക്ടിങ് ഓൺ ആൻ ആർബിട്രറി പ്ലെയിൻ. അപ്പൊ അതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന കുറച്ച് കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഞാനിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ ആദ്യം 23 ആളുണ്ടായിരുന്നു, 22ആയി, 20ആയി, 19, 18ആയി, ഇപ്പോൾ 17 പേര് ഇൻക്ലൂഡിങ് ഞാനാണ്. എന്ന് വെച്ചാൽ 16 പേരെ ഈ ക്ലാസ്സിൽ ഇപ്പോൾ ഉണ്ടാവുള്ളൂ, റൈറ്റ്? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വളരെ 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 ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ്സോട് തന്നെ കാര്യങ്ങൾ കാണണം. അത് നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ തൊട്ട് സീനിയർ ബാച്ചിനോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങളെ സിലബസ് ഒന്ന് അയച്ചു കൊടുക്കുക അവർക്ക്, എന്നിട്ട് പിന്നെ ഒന്ന് അവരോട് ഒരു അഭിപ്രായം ഒന്ന് ചോദിക്കുക. ഓക്കെ,
അവർ കണ്ട MMS അല്ല, അതിലെ AMSന്റെ ടോപ്പിക്കും കൂടെ ഉണ്ട്. ഓക്കെ, ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം, ഇത് ആരെയും സിലബസ് ഇട്ടു എന്ന് എനിക്കറിയില്ല, ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂളാണ് ഇപ്പോൾ എടുക്കുന്നത്. നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് മോഡ്യൂൾ വന്നത്. സെക്കൻഡ് മോഡ്യൂൾ 1 ഡയമെൻഷണൽ ആയിരുന്നു, ഫസ്റ്റ് മോഡ്യൂൾ 3 ഡയമെൻഷണൽ ആയിരുന്നു. വളരെ രസകരമായിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ സെറ്റ് ചെയ്യാൻ തോന്നുന്നു പോലും മനസ്സിലാവുന്നില്ല. റൈറ്റ്, അപ്പോൾ നേരെ ഈ 3 ഡയമെൻഷനിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഇതാണ് ഞാൻ ആദ്യം എടുത്തെങ്കിൽ, മറ്റേത് കുറച്ച് സ്ട്രെസ് എല്ലാം കണ്ടപ്പോൾ കുറച്ചൊരു ഒരു ആശ്വാസം തോന്നിയിട്ടാണ് ഇപ്പൊ ഇതിലേക്ക് വന്നത്. ആദ്യം തന്നെ ഇതാണ് എടുത്തെങ്കിൽ നിങ്ങൾ കുറെ പേരെ കിളി പറഞ്ഞിട്ടുണ്ടാവും. റൈറ്റ്, അപ്പോൾ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടാൽ ഈ പേപ്പറിൽ കുറച്ച് ബുദ്ധിമുട്ടും, അറ്റ്ലീസ്റ്റ്. അല്ലെങ്കിൽ പിന്നെ വീഡിയോസ് പിന്നെ കാണുക വേണം. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ ഞാൻ നമ്മളെ കാര്യത്തിലേക്ക് കടക്കാം. റൈറ്റ്, so there is a stress acting on an arbitrary plane. ഓക്കെ, ഈ സ്ട്രെസ് ആക്ടിങ് ഓൺ ആൻ ആർബിട്രറി പ്ലെയിന്റെ കേസിലും ഒരു സിമ്പിൾ ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈക്വേഷനിലേക്ക് വന്നെത്തുക. ഓക്കെ, പക്ഷെ ആസ് പെർ യുവർ സിലബസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഡെറിവേഷൻ വേണ്ട. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഡെറിവേഷൻ എടുക്കുന്നില്ല, നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് പോകും. ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം വളരെ വളരെ എളുപ്പമാണ്. ബേസിക് കാര്യം ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈ പ്രോബ്ലം വളരെ എളുപ്പമാണ്. പ്രോബ്ലം ആണ് എക്സാമിന് ചോദിക്കുകയും ചെയ്യും. റൈറ്റ്, ഫൈൻ. Okay, so we'll be dealing with stress acting on an arbitrary plane. Stress acting along an arbitrary plane. Stress acting along an arbitrary plane. Fine. Okay, so as I said, see, നമ്മുടെ കേസ് ഇങ്ങനെയായിരുന്നു. ഒരു സ്ട്രെസ് അറ്റ് എ പോയിന്റ് നമ്മൾ ഇങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തത്, അല്ലെ? ഇതിന്റെ കേസിൽ നമ്മൾ എല്ലാ പ്ലെയിനിലും വരുന്ന സ്ട്രെസ് നമ്മൾ പ്രോപ്പർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നൗ ഇഫ് സപ്പോസ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ സ്ട്രെസ്സസ് ആക്ടിങ് ഓൺ സം ആർബിട്രറി പ്ലെയിൻ, ഓക്കെ, ഓൺ സം ആർബിട്രറി പ്ലെയിൻ which is inclined at theta. Okay, എന്ന് വെച്ചാൽ all you need to find is, okay, ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ to find എന്ന് പറഞ്ഞാൽ, to find എന്തൊക്കെയാന്ന് വെച്ചാൽ ഈ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നത്, ഈ ഒരു പെർട്ടിക്കുലർ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ്. ഫോർ എക്സാമ്പിൾ ലെറ്റ് ദ പോയിന്റ് ബി പി. ഓക്കെ, ലെറ്റ് ദിസ് പോയിന്റ് ബി പി. ഈ പി എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ്, ലെറ്റ് ദാറ്റ് ബി സിഗ്മ പി എൻ, ആൻഡ് ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന shear stress, that is tau ps എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. P for the point P, N is the normal, and P point shear റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി S ഉം കൊടുത്തു. ഓക്കെ, അത് എനിക്ക് തോന്നിയൊരു നൊട്ടേഷൻ ഞാൻ കൊടുത്തു മാത്രം. ഓക്കെ, അപ്പൊ ഇവിടെ all you have to find is, okay, നിങ്ങളോട് പറയാണ് find the stresses acting on some arbitrary plane inclined at some angle, അല്ലെങ്കിൽ inclined at some direction cosines എന്ന് പറയാം. ഓക്കെ, നോ സോ ടു ഫൈൻഡ് നമുക്ക് ഓൾറെഡി കണ്ടുപിടിക്കേണ്ട സാഹചര്യം ഒന്ന് സിഗ്മ പി എൻ കണ്ടെത്തണം, അതുപോലെ ടോ പി എസ് ഈ ഒരു കേസിൽ കണ്ടെത്തണം. ലെറ്റ് ദ പ്ലെയിൻ ബി പി. ഓക്കെ, ഒരു പി എന്ന് പറഞ്ഞ പ്ലെയിൻ, ഒരു ആർബിട്രറി പ്ലെയിനിൽ അതിലൊരു പോയിന്റ്, ആ പോയിന്റിനെ വേണമെങ്കിൽ പി എന്ന് എടുക്കാം, അല്ലെങ്കിൽ പ്ലെയിനെ വേണമെങ്കിൽ നമുക്ക് ഒരു പേര് കൊടുക്കാം. ഓക്കെ, അതിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സസിനെ കാണാമെന്ന് പറഞ്ഞാൽ ഓൾ യു നീഡ് ടു ഫൈൻഡ് ഇസ് ദ നോർമൽ സ്ട്രെസ് ആൻഡ് ദ ഷിയർ സ്ട്രെസ് ആക്ടിങ് ഓൺ ദാറ്റ് പ്ലെയിൻ. ഇത് മനസ്സിൽ വെക്കുക. ഓക്കെ, നൗ കുറച്ച് ഫണ്ടമെന്റലും കൂടെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. ഇനി ഈ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ +1 അല്ലെങ്കിൽ +2 മാത്സിൽ പഠിച്ച കുറച്ച് കാര്യമാണ്. അത് പ്ലെയിൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിട്ടുണ്ടാവും പണ്ട്, അല്ലെ? ഉണ്ടായിട്ടില്ലേ? പ്ലെയിൻസ്, സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടാവും, അതിനുശേഷം പ്ലെയിൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിട്ടുണ്ടാവും. +2 ഉണ്ടായിരുന്നോ? എടാ ഇല്ലേ? ഓർമ്മയില്ലേ? ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ട് പഠിച്ചോ? y = mx + c എന്നുള്ള പറഞ്ഞിട്ട്. റൈറ്റ്. അതുപോലെ പ്ലെയിൻസിന്റെ ഒരു ചാപ്റ്റർ കൂടെ. നമ്മളൊരു പ്ലെയിനെ ഡിഫൈൻ ചെയ്യുന്നത് അതിന്റെ നോർമൽ ബേസ് ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു സിമ്പിൾ പ്ലെയിൻ വരക്കുകയാണെങ്കിൽ, നമുക്കൊരു പ്ലെയിൻ സർഫസ്, ഓക്കെ, ഒരു പ്ലെയിൻ ഞാൻ വരക്കുകയാണെങ്കിൽ ഈ പ്ലെയിനെ ഡിഫൈൻ ചെയ്യുന്നത് അതിൽ ആക്ട് ചെയ്യുന്ന നോർമൽ വെച്ചിട്ടാണ് അതിനെ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ഈ നോർമലില് 3 കോമ്പണൻസ് ഉണ്ടാവും, എൽ, എം ആൻഡ് എൻ. ഓക്കെ, 3 കോമ്പണൻസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ എൽ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം.
ഓക്കെ, ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണെങ്കിൽ ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്, ഇത് സെഡ് ആക്സിസ് ആണ്. ഓക്കെ, എൽ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, ഇവിടെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം. എൽ എന്ന് പറയുന്നത് ഈ നോർമല് എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന കൊസൈൻ ഓഫ് ആംഗിൾ ആണ്. കോസ് ലെറ്റ് ദിസ് ബി തീറ്റ 1. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ 1 ഈസ് യുവർ എൽ. കോസ് തീറ്റ 1 ഈസ് യുവർ എൽ. നൗ സിമിലർലി എം എന്ന് പറയുന്നത് ഈ നോർമൽ എൻ വൈ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ 2 ആണെങ്കിൽ കോസ് തീറ്റ 2 ഈസ് യുവർ എം. കോസ് തീറ്റ 2 ഈസ് യുവർ എം. ആൻഡ് ഈ എൻ സെഡ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ 3 ആണെങ്കിൽ കോസ് തീറ്റ 3 ഈസ് യുവർ എൻ. ഫൈൻ, കോസ് തീറ്റ 3 ഈസ് യുവർ എൻ. ഓക്കെ, എന്ന് വെച്ചാൽ യുവർ എൽ, എം ആൻഡ് എൻ ആർ കോൾഡ് ഡയറക്ഷൻ കൊസൈൻസ്. ഡയറക്ഷൻ കൊസൈൻസ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ നോർമലിന്റെ പൊസിഷൻ റെപ്രസെന്റ് ചെയ്യുന്ന സാധനമാണ് ഡയറക്ഷൻ കൊസൈൻ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പൊ ഞാൻ ഈ ഒരു ഹോളിലാണ് ഉള്ളത്. ഈ ഹോളില് ഞാൻ പറയാണ്, ഈ പെന്ന് ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പെന്നിന്റെ പൊസിഷൻ ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയണം? ഡോറിന്ന് ഇത്ര ഡിസ്റ്റൻസ് അല്ലെ? ഇപ്പൊ രണ്ട് മൂന്ന് കാര്യങ്ങൾ. നമുക്ക് ഈ ഒരു ഹോളിന്റെ ഒരു എൻഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു എൻഡ് നമുക്ക് ഒറിജിൻ ആണെങ്കിൽ ഇത്ര എക്സ് ഡിസ്റ്റൻസിലാണ് ഇതുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല അല്ലെ? ഈ എക്സ് ഡിസ്റ്റൻസ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല. ഇതിന് ഈ ഒരു എക്സ് ഡിസ്റ്റൻസ് എന്താ? ഇങ്ങനെ മൂവ് ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്യാം. എക്സ് ഡിസ്റ്റൻസ് സെയിം ആണ്. ഫൈൻ. അപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇത്ര എക്സ് ഡിസ്റ്റൻസ്, ഇത്ര വൈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അപ്പോഴും ഇത് കംപ്ലീറ്റ് ആയില്ല. എന്താ? ഇതിന് ഇങ്ങനെ ഒരു മോഷൻ ഈ എക്സും വൈയിലും ഈ ഏത് പോയിന്റിൽ വേണമെങ്കിലും ആവാം. താഴെ തൊട്ട് മുകളിൽ ഏത് പോയിന്റിൽ വരെ വേണമെങ്കിലും ആവാം. എക്സും വൈയും മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഈ ഒരു പോയിന്റ് പ്രോപ്പർ ആയിട്ട് ഡിഫൈൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ പറയണം? എക്സ് ഇത്ര ഡിസ്റ്റൻസ് എന്ന് പറയണം, വൈ ഇത്ര ഡിസ്റ്റൻസിലാണെന്ന് പറയണം, അതുപോലെ സെഡ് ഇത്ര ഡിസ്റ്റൻസിലാണെന്ന് പറഞ്ഞാലേ ഈ ഒരു പോയിന്റ് പ്രോപ്പർലി ഫിക്സ്ഡ് ആവുള്ളൂ. ശരിയല്ലേ? ഇപ്പൊ നമുക്ക് 2 ഡയമെൻഷണൽ കേസ് ആണെങ്കിൽ അപ്പോ എക്സ് വൈ ഇതിലൊരു പോയിന്റ് പീനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എനിക്ക് എന്തൊക്കെ പറയണം? ഈ എക്സ് ഡിസ്റ്റൻസ് എത്രയാന്ന് പറയണം, വൈ ഡിസ്റ്റൻസ് എത്രയാന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പി എന്നുള്ള പോയിന്റ് ഡിഫൈൻഡ് ആവുള്ളൂ. റൈറ്റ്? നോ, ഇത് നേരെ മറിച്ച് ഒരു 3 ഡയമെൻഷണൽ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പി എന്നുള്ള പോയിന്റ് സെഡ് ആക്സിസ് എത്ര ഡിസ്റ്റൻസിലാണെന്നും കൂടെ പറയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ആവുള്ളൂ. ശരിയല്ലേ? അതേപോലെ തന്നെ ഒരു പ്ലെയിനെ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ പ്ലെയിന്റെ നോർമൽ വിച്ച് ഇസ് എ ലൈൻ അല്ലെ? ആ പ്ലെയിന്റെ നോർമൽ എന്ന് പറയുന്ന ഒരു ലൈൻ ആണ് അല്ലെ? ആ ലൈനിന്റെ പൊസിഷൻ നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം. റൈറ്റ്? ആ ലൈനിന്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യണം. ആൻഡ് ഫോർ ദാറ്റ് വി ആർ യൂസിങ് ദ ഹെൽപ്പ് ഓഫ് ഡയറക്ഷൻ കൊസൈൻസ്. ഓക്കെ, എന്ത് പറയുന്നു? ഈ നോർമൽ അല്ലെങ്കിൽ ഈ പ്ലെയിന്റെ ഈ നോർമൽ എക്സ് ആക്സിസ് ആയിട്ട് എത്ര ആംഗിളിലാണ് ഉള്ളത് അതിന്റെ കൊസൈൻ എടുക്കും. ഓക്കെ, അതുപോലെ ഈ നോർമൽ വൈ ആക്സിസ് ആയിട്ട് എത്ര ആംഗിളിലാണുള്ളത് അതിന്റെ കൊസൈൻ എടുക്കും. സെഡ് ആക്സിസ് ആയിട്ട് എത്ര ആംഗിളിലാണുള്ളത് അതിന്റെയും കൊസൈൻ വാല്യൂ എടുക്കും. ഓക്കെ, സോ സം ടോട്ടൽ അത് എടുത്തു കഴിഞ്ഞാൽ what you are getting is LMN and that is called direction cosines. Okay, അപ്പൊ ഇത് വേണം ഒരു പ്ലെയിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ all you require is a normal എന്ന് പറയുന്നത് ഈ n നോർമൽ എന്ന് പറയുന്നത് LMN കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് അല്ലെ? റൈറ്റ്? ഫൈൻ. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആണോ? ക്ലിയർ ആണോ? യെസ്. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഫൈൻ. അപ്പോ ഇതാണ് ഒരു ഡയറക്ഷൻ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു പ്ലെയിനെ ഡിഫൈൻ ചെയ്യാൻ യു റിക്വയർ എ നോർമൽ. ഫൈൻ. നൗ അപ്പൊ ഇത്രയും ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് നമുക്കിനി സ്ട്രെസ് ആക്ടിങ് ഓൺ ആൻ ആർബിട്രറി പ്ലെയിന്റെ കൺസെപ്റ്റിലേക്ക് പോകും. അപ്പൊ നമുക്ക് അടുത്ത ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിൽ അത് നോക്കാം. അപ്പൊ ഇതൊന്ന് മനസ്സിൽ വെക്കുക. ഡയറക്ഷൻ ഒരു പ്ലെയിൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എനിക്കൊരു ഡയറക്ഷൻ കൊസൈൻ വേണം. അതിൽ LMN ഉണ്ട്. ഇനി വേറൊരു കാര്യം, അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഡിഫൈൻ ചെയ്യേണ്ട അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് നോർമൽ സ്ട്രെസ്സും നമുക്ക് ഫൈൻ സ്ട്രെസ് ആക്ടിങ് ഓൺ ആൻ ആർബിട്രറി പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി യു ഹാവ് ടു ഫൈൻ നോർമൽ സ്ട്രെസ്സും അവിടെ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ടും മനസ്സിൽ വെക്കുക. ഇത് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറയാം, വളരെ സിമ്പിൾ ആണ്. ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വളരെ 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 സിമ്പിൾ ആണ്. കുറച്ച് സ്റ്റെപ്സ് ഉണ്ടെന്ന് മാത്രം. വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് സോൾവ് ചെയ്ത് പോകാൻ പറ്റാവുന്നേ ഉള്ളൂ. റൈറ്റ്? ഓക്കെ, അപ്പോൾ 9:50 വരെ അല്ലേ? നമുക്കൊന്ന് അറ്റൻഡൻസ് എടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കൊരു 2 മിനിറ്റ് അതിന് എടുക്കാം. നിങ്ങൾക്ക് സബ്ജക്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറയുന്നതിൽ ഫാസ്റ്റ് ആയി പോകുന്നുണ്ടോ? അല്ല നിങ്ങൾക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ലേ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇതുവരെയുള്ള ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളൊക്കെ വെച്ച് നോക്കുമ്പോൾ
നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞോ. ആകാശേ, ആകാശ്. ആ സർ, പറഞ്ഞോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വലിയ കുഴപ്പമൊന്നുമില്ല, തിരിയുന്നുണ്ട്. ആ, ബാക്കിയുള്ളവർ അല്ല, ഇത് വെറുതെ പറയരുത്, കാര്യം കാര്യം പോലെ തന്നെ പറയണം, എന്നാലും മാത്രമേ. കാരണം ഇത് ഓൺലൈൻ ക്ലാസ് ആണ്. നിങ്ങൾ എൻ്റെ ക്ലാസ് മുറിയിൽ ഇവിടെ ഇരിക്കുന്നതാണെങ്കിൽ ഞാൻ ഇത് ഓരോന്നും നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കും. നിങ്ങളുടെ കാര്യങ്ങൾ ഓരോ ബുക്കിലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഇപ്പം അത് നടക്കില്ല. അതിന്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവണം. കാരണം നിങ്ങൾ എത്ര പേര് ഇത് എഴുതുന്നുണ്ടെന്ന് പോലും എനിക്കറിയില്ല. റൈറ്റ്. ഇപ്പം പലരും കയറി വന്ന് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പം ഒരുവിധം പേര് വരും അല്ലേ? അറ്റൻഡൻസിന്റെ ടൈം ആകുമ്പോഴേക്ക്